നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കുരിയാടി പാലത്തിന് സമീപമുള്ള തോട് അറവുമാലിന്യങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും തള്ളുന്ന കേന്ദ്രമായി മാറുന്നു. പ്രദേശം കടുത്ത ആരോഗ്യ ഭീഷണിയിലാണെന്നും ഇതിനെതിരെ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും ആരോപണവുമായി മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ രംഗത്തെത്തി. പാലത്തിന് താഴെയും തോട്ടിലുമായി പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങളാണ് കുന്നുകൂടി കിടക്കുന്നത്. നിലവിൽ തോടിനുള്ളിലെ മൺതിട്ടകൾ നീക്കം ചെയ്യാത്ത അവസ്ഥയിലുമാണ്. മഴക്കാലം എത്തുന്നതോടെ തോടിലെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുമെന്നും ഇത് പരിസരത്തെ വീടുകളിൽ വെള്ളം കയറാൻ കാരണമാകുമെന്നും പ്രദേശവാസികൾ ആശങ്കപ്പെടുന്നു. മാലിന്യം തള്ളുന്നത് തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നിയമലംഘകർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സുരേഷ് ചെമ്മനാടൻ വരന്തരപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. കനകമല സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ആഘോഷിച്ചു. വൈകിട്ട് നടന്ന ആഘോഷമായ പാട്ടുകുർബാന, നൊവേന എന്നിവയ്ക്ക് ഫാദർ അരുൺ ഭരണിക്കുളങ്ങര കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രദക്ഷിണം, നേർച്ച ഭക്ഷണം, മാജിക് ഷോയും എന്നിവ ഉണ്ടായി. സഹവികാരി ഫാദർ ടോം പുള്ളോലിൽ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, പൗലോസ് ഗോപുരം, ജോസ് കറുകുറ്റി, ജോജു ചുള്ളി, ജനറൽ കൺവീനർ വർഗീസ് കള്ളിയത്ത് പറമ്പിൽ, PRO ഷോജൻ D വിധേയത്തിൽ, കേന്ദ്രസമിതി പ്രസിഡന്റ് ബിജു കുയിലാടൻ എന്നിവർ നേതൃത്വം നൽകി. അമേരിക്കയിലെ ടെക്സസിൽ നടന്ന 140.6 മൈൽ അയൺമാൻ ട്രയത്തലോൺ മത്സരം വിജയകരമായി പൂർത്തിയാക്കി കൊടുങ്ങല്ലൂർ സ്വദേശിയും 55-കാരനുമായ സജിത്ത് തോപ്പിൽ പ്രകാശൻ. 2.4 മൈൽ നീന്തലും 112 മൈൽ സൈക്കിൾ സവാരിയും 26.2 മൈൽ മാരത്തോൺ ഓട്ടവും ചേർന്നതാണ് അയൺമാൻ ട്രയത്തലോൺ. മനുഷ്യന്റെ ശാരീരികക്ഷമത പരീക്ഷിക്കുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു കായിക മത്സരമാണ് ഇത്. നീന്തൽ 1 മണിക്കൂർ 53 മിനിറ്റ് 55 സെക്കൻഡിലും, സൈക്കിൾ സവാരി 7 മണിക്കൂർ 8 മിനിറ്റ് 7 സെക്കൻഡിലും, മാരത്തൺ 4 മണിക്കൂർ 30 മിനിറ്റ് 30 സെക്കൻഡിലും പൂർത്തിയാക്കിയ സജിത്ത് ആകെ 13 മണിക്കൂർ 53 മിനിറ്റ് 49 സെക്കൻഡിലാണ് മത്സരം പൂർത്തിയാക്കിയത്. പങ്കെടുത്തവരിൽ 55 മുതൽ 59 വയസ്സ് വരെ പ്രായമുള്ള 126 പേരിൽ 89-ാം സ്ഥാനവും ആകെയുള്ള 2177 പേരിൽ 1679-ാം സ്ഥാനവും അദ്ദേഹം കരസ്ഥമാക്കി. കഴിഞ്ഞ വർഷം കാനഡയിലെ കാൽഗരിയിൽ നടന്ന മത്സരത്തിലും സജിത്ത് അയൺമാൻ യോഗ്യത നേടിയിരുന്നു. ഉയർന്ന ശാരീരികക്ഷമത ആവശ്യമായ മാരത്തൺ അടക്കമുള്ള നിരവധി ദീർഘദൂര കായിക മത്സരങ്ങൾ ഇന്ത്യയിലും വിദേശത്തും പൂർത്തിയാക്കിയിട്ടുള്ള സജിത്ത് അടുത്ത ബോസ്റ്റൺ മാരത്തണിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കൊടുങ്ങല്ലൂരിനടുത്ത് ശ്രീനാരായണപുരം സ്വദേശിയായ സജിത്ത് തോപ്പിൽ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും 1992 മെക്കാനിക്കലിൽ ബിരുദം നേടിയ ശേഷം മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. തുടർന്ന് കാനഡയിലെ ഓയിൽ റിഫൈനറി മേഖലയിൽ ജോലിയിൽ പ്രവേശിച്ച സജിത്ത് 19 വർഷമായി അവിടെയാണ് സ്ഥിരതാമസം. 1995 കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ലേഖ ഭാര്യയും നീരജ്, സൂരജ് എന്നിവർ മക്കളുമാണ്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,025 രൂപയും പവന് 1,12,200 രൂപയും രേഖപ്പെടുത്തി. കോടാലി കൊരേച്ചാൽ പരേതനായ കാരക്കുളത്ത് കളരിക്കൽ ദാമോദരക്കുറുപ്പ് ഭാര്യ പത്മാക്ഷി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുധാകരൻ, നളിനി, ശശിധരൻ, ഗിരിജ, സതീശൻ എന്നിവർ മക്കളും, രമ, മണി വിജയലക്ഷ്മി, പരേതനായ കേശവൻ എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ കരുമുത്തിൽ കൃഷ്ണൻകുട്ടി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുശീലയാണ് ഭാര്യ. പ്രജേഷ്, പരേതരായ മണികണ്ഠൻ, പ്രവീൺ എന്നിവർ മക്കളും,
നീതു, സബിത എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.